കോട്ടയം വികാരിയാത്തിന്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്ക എല്ലാ ദൈവചിത്തം പോലെയാകട്ടെ എന്ന ആദർശവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇളം തലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചം പകരുവാൻ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നതിനും സന്യാസ സഭകൾ തുടങ്ങുന്നതിനും മുൻകൈയെടുത്ത നല്ല പിതാവ് ദൈവദാസന്മാർ മത്തായി മാക്കിൽ അജ്ഞതയുടെ ലോകത്തിൽ നിന്ന് അറിവിന്റെ ലോകത്തിലേക്ക് ഇളം തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ പ്രചോദനം നൽകിയ പിതാവിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ ഒരു ചെറിയ അവസരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ജ്ഞാന വെളിച്ചം. എന്നാ പറയുന്നു, കൊറേ കാലമായല്ലോ കണ്ടിട്ട്. എന്നാ പറയാനാടാ തോമാച്ച, സുഖമാ. എടാ തോമാച്ച, കഴിഞ്ഞ ആഴ്ച പള്ളിയിലെങ്ങനെ ഒരു ആഘോഷം? അതോ തിരുഹിടിയ തിരുനാളിന്റെ അന്നല്ലേ എസ്തപ്പാനോസിന്റെ നാമത്തിൽ ഞങ്ങളുടെ പള്ളിയിലൊരു മഠം തുടങ്ങിയതാ. കൈപ്പുഴപ്പള്ളിയിലുള്ള അമ്മമാരെ പോലെ ആണോടോ? അതെ അതെ, ഇത് വിശുദ്ധേശങ്കാരുടെ രണ്ടാമത്തെ മഠവാ. രണ്ടമ്മമാരാ വന്നിരിക്കുന്നത്. എടാ തോമാച്ച, കൊല്ലംപറമ്പിലെ മത്തായിയുടെ മക്കളല്ലേ? കുടികിടപ്പുകാരൻ മത്തായി. മത്തായിയുടെ മക്കള് തന്നെ. ഇവരെങ്ങോട്ടായി പോകുന്നേ? അവര് എഴുത്തും വായനയും പഠിക്കാൻ പള്ളിക്കൂട്ടത്തിലേക്ക് പോവാ. ഇവരെ പള്ളിക്കൂടത്തിൽ വിടാൻ മത്തായിക്ക് എവിടുന്ന് ഇത്രയും കാശ്? അതൊക്കെ ഒരു കഥയാ. അമ്മേ, എന്നെയും കൂടെ പള്ളിക്കൂടത്തിൽ വിടാമോ അമ്മേ? അപ്പത്തെ സൂസന്നെയും പോകുന്നുണ്ട്. നല്ല രസാന്നാ പറഞ്ഞേ. അതിന് നമുക്ക് എവിടുന്ന മക്കളെ കാശ്? അതൊക്കെ വലിയ വീട്ടിൽ പിറന്ന മക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ. അതൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റൂ. അതെ, ഞാൻ നിങ്ങളോട് പറയാനിരിക്കുകയായിരുന്നു. നമ്മുടെ പുതിയ മഠത്തിലെ കന്യാസ്ത്രീ അമ്മമാർ ഇന്നലെ എന്നോട് ഇക്കാര്യം പറഞ്ഞു. എന്താ കാര്യ പറഞ്ഞേ? അവർ ഒരു പുതിയ പള്ളിക്കൂടം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ പിള്ളേരെ വിട്ടേക്കണമെന്നാ പറഞ്ഞത്. അതിനൊക്കെ ഒത്തിരി കാശ് മുടക്കേണ്ടേ? കഞ്ഞിക്ക് പോലും വകയില്ല. അപ്പരാ നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് വിട്ടാൽ മതിയെന്നാ പറഞ്ഞത്. കഞ്ഞിയും കഞ്ഞിവെള്ളം പഠിപ്പിയും അവിടെ കിട്ടുമെന്നാ പറഞ്ഞത്. ഓ ദൈവമേ. അതെ, നാളെയല്ലേ നമ്മുടെ പള്ളിയിൽ പിതാവിന്റെ വിസീന്ത? അതെ അതെ, രാവിലെ എല്ലാരും നേരത്തെ എണീറ്റ് പള്ളി പോക്കണം കേട്ടോ. ശരിയമ്മ. പ്രിയപ്പെട്ടവരെ, കുറെ നാളായി നമ്മുടെ ഇടവക വലിയ ആഹ്ലാദ തിമർപ്പിലാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മെ കാണാൻ സ്നേഹം പങ്കിടാൻ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട പിതാവിനെ സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളിക്കുന്നിൽ ഉലഹന്നാനച്ചനെ ക്ഷണിക്കുന്നു. പിതാവേ, എന്റെ പ്രിയ ദൈവജനമേ, ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം പെരിയ ബഹുമാനപ്പെട്ട മാക്കിൽ പിതാവിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന വിശുദ്ധേശൻ സമൂഹത്തിന്റെ രണ്ടാം മഠം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഉഴവൂരിൽ തുടക്കം കുറിച്ചല്ലോ. ഒപ്പം ഒരു പള്ളിക്കൂടവും. ഇതിനൊക്കെ കാരണഭൂതനായ പെരിയ ബഹുമാനപ്പെട്ട പിതാവിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി കൈക്കാരൻ കല്ലടയിൽ ചാക്കോച്ചേട്ടനെ ക്ഷണിക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട മാക്കിൽ പിതാവ്, പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ഇന്ന് ഉഴവൂരുകാർക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ പാവപ്പെട്ടവരായ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കാനായിട്ട് ഒത്തിരി കൊതിച്ചിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്ന പിതാവെ, അങ്ങേക്ക് ആയിരം നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും പിതാവ് ഉണ്ടായിരിക്കും. പള്ളിയുടെ കൂടെ പള്ളിക്കൂടവും പണിയാൻ പ്രോത്സാഹിപ്പിച്ച് ഇന്ന് ഉഴവൂരിന് അഭിമാനമായ മഠവും പള്ളിക്കൂടവും അനുവദിച്ചു തന്ന പെരിയ ബഹുമാനപ്പെട്ട മാക്കിൽ പിതാവിനെ ആശീർവാദത്തിനായി ക്ഷണിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവിൽ ആശീർവദിക്കുന്നു. മാക്കിൽ പിതാവിന്റെ ദർശനം നന്ന്. പള്ളിയും പള്ളിക്കൂടവും പുതിയ തലമുറ വെളിച്ചം കണ്ട് വളരട്ടെ. വിദ്യാഭ്യാസം നൽകി നമ്മുടെ സ്ത്രീകൾക്കുന്നതിയേകണം. അങ്ങനെ നമ്മുടെ വീടും നാടും ലോകം മുഴുവൻ ഉണരേണം. അങ്ങനെ നമ്മുടെ വീടും